വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശത്തോടുകൂടി സമാപ്തിയായിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ്റെ നിശബ്ദ പ്രചാരണത്തോടൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ നീലേശ്വരത്ത് ഇവിടുത്തെ വീടുകളിൽ കയറി അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സതീഷേട്ടാ, ഇന്നത്തെ നിശബ്ദ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അല്ല, ഇന്ന് തീരുമാനിച്ചത് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ കഴിയാവുന്നത്ര വീടുകളിൽ ഇന്ന് രാത്രി ഒരു 10-11 മണി വരെ സന്ദർശിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ ഇവിടെ ഉണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇന്ന് കേന്ദ്രീകരിക്കുന്നത്. ഇവിടുത്തെ വോട്ടുകൾ ഉറപ്പായ വോട്ടുകളില്ല. അപ്പോൾ പുറമെ നമുക്ക് ഉറപ്പില്ലാത്ത വോട്ടുകൾ നിഷ്പക്ഷപാതികളായ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ സ്വന്തം നാടാണ്, എന്നെ വളരെ ചെറുപ്പത്തിൽ അറിയുന്ന ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയമൊക്കെ നോക്കാതെ ഒരുപാട് ആളുകൾ വോട്ട് തരുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത്തരം ആളുകൾ എല്ലാവരും കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ പുറത്തുമാർ കണ്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ പറ്റും. എന്നാലും പരമാവധി ആൾക്കാരെ കാണാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് 1.5 മാസത്തോളമായിരുന്നു പ്രചാരണം നീണ്ടുന്നത്. അപ്പോൾ ഈ 1.5 മാസത്തെ പ്രചാരണത്തിൽ എപ്പോഴും ഉറച്ച ആത്മവിശ്വാസത്തിൽ അല്ല, അത് നമ്മൾ മാർച്ച് 9-നാണ് പ്രചാരണപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയായിരുന്നു. അപ്പോൾ കൃത്യമായി ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വോട്ടുകൾ മാത്രമല്ല, LDFന് പുറത്തുള്ള മതേതര ജനാധിപത്യ വിശ്വാസികൾ, വികസന തൽപരരായ മറ്റാളുകൾ, അവരുടെയൊക്കെ വോട്ട് ലഭിക്കുന്ന സ്ഥിതിയാണുള്ളത്. പലരും നേരിട്ട് കാണുന്നുണ്ട്, നമ്മൾ കാണാൻ പറ്റാത്തവർ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. അപ്പോൾ ആ നിലയിൽ വലിയ ആത്മവിശ്വാസമാണ്. ഇന്നലെ പ്രചരണം സമാപിച്ചപ്പോൾ ഒരു സംശയമില്ല, ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ LDF വിജയിക്കുമെന്ന കാര്യം നിസ്സംശയമാണ്. അല്ല, ഇന്ന് ഇതിപ്പോൾ ജന്മനാടാണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് ഇപ്പോൾ ഈ നിഷ്പക്ഷപാതികളായ വോട്ടുകളൊക്കെ ഏതാണ്ട് സതീശേട്ടന് ഒപ്പാണ്. ജന്മനാടിനോട് സംശയമില്ല. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ LDFന് ലഭിച്ച വോട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ലഭിക്കും. LDFൻ്റെ ഭൂരിപക്ഷവും നല്ല നിലയിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലയിലാണ് ജനങ്ങളുടെ പിന്തുണയുള്ളത്. ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ റെക്കോർഡ് ഭൂരിപക്ഷം, അഭിമാനകരമായ വിജയം, ഏറ്റവും ഉജ്ജ്വലമായ വിജയം LDF. എന്തായാലും ഈ പരസ്യ പ്രചരണം അവസാനിച്ച് നിശബ്ദ പ്രചരണം നടക്കുന്ന ഘട്ടത്തിലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ. വെറുതെ വിജയിക്കുക മാത്രമല്ല, റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത് മുതൽ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ പറയുന്ന കാര്യമാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിലും ഈ നിശബ്ദ പ്രചരണ ഘട്ടത്തിലും പറയുന്നത്. നീലേശ്വരത്തു നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഷബീർ ഉമർ, മീഡിയ 1. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന രാവും പകലുമില്ലാത്ത പരസ്യ പ്രചരണത്തിന് അന്ത്യമായിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നിശബ്ദ പ്രചരണം കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണ്. ഈ നിശബ്ദ പ്രചരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ അവസാന മണിക്കൂറുകളിലെ പ്രതീക്ഷയും വിശ്വാസവും നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. നിശബ്ദ പ്രചരണ വേളയിൽ എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിലെ പ്രതീക്ഷ? ഞാനും ഒരു സാധാരണക്കാരനാണ്, ഒരു പാവപ്പെട്ടവനാണ്. അവസാനം എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമാപനം എൻ്റെ വർഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടാകട്ടെ എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ ബന്ധപ്പെടാനാണ് ഞാൻ ആദ്യം കടപ്പുറത്ത് വന്നത്. കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളെ എല്ലാം കണ്ടു. അവർക്ക് ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമല്ല. കാരണം തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നുണ്ട് പറഞ്ഞാൽ അതൊക്കെ ഇത് വരുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, ഞാൻ ജയിച്ചാൽ ഈ പ്രദേശത്ത് മടങ്ങി വരും. മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെ തൊട്ട് അവിടെ കാണുന്നു, ഈ ഫിഷ് മാർക്കറ്റ് വന്ന് എല്ലാവരെയും കാണുന്നുണ്ട്. എൻ്റെ ആത്മവിശ്വാസം ഓരോരുത്തരെ കാണുമ്പോൾ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. കാരണം അവരുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷനാണ് മുഖത്ത് വരുന്നത്. മുഖമെന്ന് പറയുന്ന മനസ്സിൻ്റെ കണ്ണാടിയാണ്. അവർ എന്തൊരു സന്തോഷമാണ് എന്നെ കാണുമ്പോൾ. ഇക്കുറി നിങ്ങൾക്കാണ് വോട്ട്, അടുത്ത തവണ ചോദിച്ചേക്കെന്നാണ് പറയുന്നത്, മനസ്സിലായില്ല. അപ്പോൾ ഒരു മാറ്റം ദൃശ്യമാണ്. ആ മാറ്റം എനിക്ക് അനുകൂലമാണ്. അപ്പോൾ ഞാൻ ഇത്തവണ ഇവിടെ ജയിക്കും. 50,000 വോട്ടിന് മുകളിൽ ജയിക്കും. ഇപ്പോൾ ഒരു മാസത്തോളം നീണ്ടുന്ന രാവും പകലുമില്ലാത്ത പ്രചാരണത്തിന് അവസാനം കുറിക്കുകയാണ്. നാളെ വോട്ടർമാർ ബൂത്തിലേക്ക് നീങ്ങും. ഈ ഘട്ടത്തിലും ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയ ദിവസം മുതൽ ഇന്നലെ വരെ വെളുപ്പാങ്കാലത്ത് 3:30-4 മണിക്കാണ് കിടന്നിട്ടുള്ളത്. 7 മണിക്ക് എഴുന്നേക്കും. എനിക്ക് 2 മണിക്കൂർ പോലും ഉറങ്ങാൻ സമയം കിട്ടില്ല. എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നടക്കുന്ന സകല ഉറൂസുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്, സകല ഉത്സവങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്, സകല തെയ്യക്കൊലങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്, പെരുങ്കളിയാട്ടത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ 10,000-കണക്കിന് ആളുകളാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ തെയ്യം വിട്ട് എൻ്റെ മുഖത്തേക്കാണ്. കുറേ വർഷക്കാലമായി അവർ TV യിൽ കാണുന്നില്ലേ. അപ്പോൾ അവർ എന്നെ കണ്ടു. പിന്നെ തെയ്യത്തെ പോയി ഞാൻ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്.
എല്ലാവരും ഒരേ സ്വരത്തിലാണ് എന്നെ അനുഗ്രഹിച്ചത്. എല്ലാവരും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനം.